ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. ഞങ്ങള് വാഗബണ്ടിന് തിരിച്ചു പോവാൻ വേണ്ടിട്ട് വിചാരിച്ചിട്ടായിരുന്നു ഞാൻ വൈൻഡപ്പ് ചെയ്തത്. പക്ഷെ ഒരു സ്ഥലം കൂടെ നമ്മളെ ബക്കറ്റ് ലിസ്റ്റിൽ വന്നു. കാരണം ഈ വഴിക്ക് ഇനി അടുത്ത കാലത്തൊന്നും ഉണ്ടാവത്തില്ല. കാരണം ഇന്നലെ നമ്മൾ ഇവിടെ നിന്നാണ് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഈ സ്ഥലത്ത് നിന്ന് ഉച്ച ഫുഡും കഴിച്ച് നേരെ അങ്ങോട്ട് പോവാന്ന് വിചാരിച്ചപ്പോഴും മഴ പെയ്തു. ഞങ്ങൾ ആദ്യം ഫുഡ് കഴിച്ചിട്ട് ലൊക്കേഷൻ ഇട്ട് ഞാൻ വന്നത്. എന്റെ പൊന്നെ, ഇനി ആകെ ഇവിടുന്ന് 2 കിലോമീറ്റർ 3 കിലോമീറ്റർ അങ്ങോട്ടേ ഉള്ളൂ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് എത്താൻ വേണ്ടിട്ട്. പക്ഷെ ഏകദേശം ഒരു 50 മിനിറ്റ് ഉണ്ട്. ഞാൻ കാണിച്ചൊരു സൈഡിൽ കൊടുത്തിരിക്കുക. ഇവിടെ എന്താ ഫ്രീക്ക് വല്ലതും കൊടുക്കുന്നുണ്ടോ? ഇങ്ങനെ കല്യാണ വീട്ടിൽ വന്നാലുണ്ട് കേരള സമയം എടുക്കും. ഫുഡ് കഴിപ്പ് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഫുഡ് കഴിപ്പ് നടക്കുമെന്നില്ല. 1/4 മണിക്കൂറാണ്, ഏകദേശം ഒരു 45 മിനിറ്റ്സ്. എപ്പോഴാണ് സീറ്റ് തന്നെ കിട്ടിയത്? ഇവിടെ ആകെ 2 ഐറ്റമേ ഉള്ളൂ. ഒന്ന് ഫ്രൈഡ് റൈസ്, പിന്നെ ഒന്ന് ഊണ്. അത് 2, മൂന്നാമതൊന്നും പറയാനില്ല. ഊണ് തീർന്നിട്ടുണ്ട്. ഇനി ഞമ്മള് ഫ്രൈഡ് റൈസ് ഓർഡർ ചെയ്തു. ഞാൻ ഫ്രൈഡ് റൈസ് കഴിക്കാറില്ല, എനിക്ക് ഒട്ടും ഇഷ്ടമല്ല ഫ്രൈഡ് റൈസ്. പക്ഷെ ഇവിടെ അതേ ഉള്ളൂ എന്നുള്ളതുകൊണ്ട് മാത്രം അത് പറഞ്ഞു. ഭയങ്കര തിരക്ക്. ഇവിടെ ആകെ ഈ ഒരു കടയേ ഉള്ളൂ. നമ്മൾ ഓർഡർ ചെയ്ത ഫുഡ് വന്നിട്ടുണ്ട്. ചിക്കൻ 65 വന്നിട്ടുണ്ട്. ഇത് ചിക്കൻ ചില്ലി. ഇന്നലെ ഓർഡർ ചെയ്ത ഐറ്റംസ് ഇത് 2. ഇന്ന് എന്നോട് ചോറ് മാത്രം. എനിക്ക് ഈ ഫ്രൈഡ് റൈസ് ഇഷ്ടമാക്കുന്നത് ഭയങ്കര ഡ്രൈ ആണ്. ഫ്രൈഡ് റൈസ് അതാണ് എനിക്ക് ഇഷ്ടമല്ലാത്ത. തൊണ്ടയിൽ ഒട്ടിപ്പിടിച്ചിരിക്കും. ഇവിടെ തികയൂലേ? ഇതാ ഇതെടുത്തോ. ചിക്കൻ ഇല്ല കേട്ടോ. അടിപൊളി, ഭയങ്കര ടേസ്റ്റ്. പറയാണ്ടിരിക്കാൻ വയ്യോ, ഭയങ്കര ടേസ്റ്റ്. വിശപ്പ് കൂടുതലായോണ്ടാണ് അങ്ങനെ തോന്നുന്നത്. തീർന്നല്ലേ? ഏതാ ഉള്ളത്? അത് ഏത് കോണാണ്? ബട്ടർ സ്കോച്ചോ? അത് മതി. എനിക്ക് ബട്ടർ സ്കോച്ച് മതി. പെട്ടെന്ന് എടുത്തോ. ഉമ്മാക്കൊരു ബട്ടർ സ്കോച്ച് എടുത്തോ. സാരിയൊക്കെ നനഞ്ഞെന്നാ. ഇവിടെ എന്റെ പാന്റ് എന്റെ കാലുമായിട്ട് ഒട്ടിയിരിക്കുക, വെള്ളം നനഞ്ഞിട്ട്. വാഷ്റൂമിലൊന്നും പോവാൻ പറ്റാത്ത അവസ്ഥയായി. അത്രയ്ക്ക് നനഞ്ഞിട്ട് ഫുൾ. വന്ന വഴിയില് മഴയൊക്കെ നനഞ്ഞിട്ടുണ്ടായിരുന്നു. അമ്മ എനിക്കത് പൊട്ടിച്ചിട്ട് എന്റെ കൈത്താ. ഈ തണുപ്പ് സ്ഥലങ്ങളിലൊക്കെ വരുമ്പോഴേ ഒന്നിനും നൂഡിൽസ് കഴിക്കണം, അല്ലെങ്കിൽ ഇതുപോലെ ഐസ്ക്രീം കുടിക്കണം. ഭയങ്കര ഇഷ്ടമാണ്. ഫോട്ടോ കഴിക്കല്ലേ? ഇവിടുന്നോ? എങ്ങനെയുള്ള ഫോട്ടോ? അങ്ങനെ എന്നൊരു ഫോട്ടോ എടുത്തെടുക്കാൻ ഞാൻ ഇവരുടെ കൂടെ വന്നപ്പോ ഞാൻ വിചാരിച്ച ഇവരുടെ കൂടെ ഞാൻ വന്നപ്പോ ഞാൻ വിചാരിച്ച കുറച്ച് വീഡിയോസ് ഫോട്ടോസ് ഒക്കെ കിട്ടുമെന്ന്. നോക്കുമ്പം എനിക്കായിട്ടുള്ള ഒന്നും കിട്ടിയില്ല. അവർക്ക് കുറെ ഫോട്ടോസ് വീഡിയോസ് ഞാൻ എടുത്തു. ഞാനല്ലല്ലോ. ഫോട്ടോ എടുത്ത് കൊടുക്കട്ടെ. ഇതൊക്കെയാണ് നമ്മൾ ഈ ട്രിപ്പില് മെയിൻ ആയിട്ട് നടന്നത്, ഫോട്ടോ എടുപ്പ്. നമ്മള് പകുതി വഴി തിരിച്ചു പോയതാണ്. അപ്പൊ പിന്നെ ഇനി ഇങ്ങോട്ട് ഇപ്പോഴൊന്നും വരത്തില്ലല്ലോ വിചാരിച്ചിട്ട് പൈൻ വാലി കാണാന്ന് വിചാരിച്ചു. പൈൻ വാലി ഭയങ്കര കോടിറങ്ങിയുടെ തണുപ്പ്. ഫുള്ള് നനഞ്ഞിട്ടുള്ള അതിന്റെ ഇടയിൽ തണുപ്പും കൂടെ. ഇവിടെ കുറെ കടകളൊക്കെ ഉണ്ട് കേട്ടോ, പക്ഷെ നമ്മളൊന്നും വാങ്ങിക്കില്ല എന്ന് വിചാരിച്ചിട്ട് വരുമ്പോഴേക്കും എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കും. കപ്പലുണ്ട് 10 രൂപ വെച്ചിട്ട് വിളിക്കുന്നു. 10 രൂപയ്ക്ക് എനിക്ക് ഒരെണ്ണം അങ്ങനെ എവിടെയോ പൊന്നിയിലാണെന്ന് തോന്നുന്നു. ഞാൻ കഴിക്കില്ല അങ്ങനത്തെ സാധനങ്ങൾ. പക്ഷെ ആണെങ്കിൽ നിർബന്ധിച്ച ടേസ്റ്റിന് ഒരെണ്ണം കഴിക്കും. നിർബന്ധിക്കോ? വേണ്ട.
നിർബന്ധിച്ചില്ല. ഒരെണ്ണം വേണമെങ്കിൽ എടുക്കാം നിങ്ങളെ സന്തോഷത്തിന്. എന്ത് വിധിയത്, വല്ലാത്ത ചതിയത്. ഇന്ന് നിർബന്ധിക്കണം, ഞാൻ എടുത്ത് വെച്ചോളാം. അത്യാവശ്യം ഇതൊന്നും ഇഷ്ടമല്ല. പുളിപ്പുള്ളത്, ഉപ്പിലിട്ട മാങ്ങ, നെല്ലിക്ക, ഇതൊന്നും എനിക്ക് പോകത്തില്ല. പക്ഷെ എന്തോ കണ്ടപ്പോ ആശ. തണുപ്പ്. എൻട്രി ഫീ ഉണ്ട്. പെർ പേഴ്സൺ 30 റുപ്പിയാണ് ടിക്കറ്റ് റേറ്റ് വരുന്നത്. അപ്പൊ അവര് അവിടെ ചോദിക്കും, എടുത്ത കാര്യം വരരുത് കേട്ടോ. ഞാൻ മുന്നേ വന്നപ്പോഴത്തേക്ക് ഇവിടെ എൻട്രി ഫീ ഒന്നും ഉണ്ടായിരുന്നില്ല. ആദ്യമായിട്ടാ എൻട്രി ഫീ ഒക്കെ. അല്ല ഇപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ ശരിയാ, ഇവിടെ ഇപ്പൊ തറയൊക്കെ ഇട്ട് ബാക്കിൽ കാണുന്നില്ല. അങ്ങനെയല്ല, ഈ ഇവിടെയൊക്കെ ഭയങ്കര കുണ്ടും കുഴിയൊക്കെ ആയിരുന്നു. മഴ പെയ്യുന്നുണ്ട്. പോരാതിന് ഒത്തിരി ലേറ്റ് ആയി. നമ്മള് ഫുഡ് കഴിക്കാൻ പോയ സ്ഥലത്ത് ഒരുപാട് ലേറ്റ് ആയിപ്പോണ്ടാണ് നമുക്ക് ഇവിടെയും ലേറ്റ് ആയത്. ഇപ്പൊ തന്നെ 5 മണി കഴിഞ്ഞു. നമ്മൾ 5 മണിക്ക് ഇവിടെ വിടും എന്ന്, ഐ മീൻ വാഗമൺ നമ്മൾ 5 മണിക്ക് വിട്ടുകഴിഞ്ഞാൽ രാത്രി മുമ്പ് വീട് പിടിക്കാന്ന് വിചാരിച്ചതാ. ഇപ്പൊ നമ്മൾ ഈ 5 മണിക്ക് ഇവിടെ നിൽക്കുന്നേ ഉള്ളൂ. ഇനി ഇവിടെ കറങ്ങി എപ്പോ പോകുന്നൊന്നും അറിയത്തില്ല. അല്ല, ഈ മഴയത്ത് ഞാനെങ്ങനെ വീഡിയോ എടുക്കും? എന്റെ മമ്മി ഒറ്റയ്ക്ക് പോകുന്നു ഗേസ്. എവിടെ പോകുന്നു? ആ, നമ്മളല്ല ഉമ്മാനെ കൊണ്ടുവന്നു, ഉമ്മ നമ്മളെ കൊണ്ടുവന്നാണ് ഉമ്മയുടെ വിചാരം. അവിടെ ഉണ്ട്. ഈ കൊടക്കാരനെയും പിടിച്ച് ഉമ്മ അങ്ങ് പോയിക്കാടും. അല്ല ഇതിൽ കൂടെ ഉമ്മ ഇങ്ങോട്ട് വായോ, ഇവിടെ കേറാ, ഇത് ഇങ്ങോട്ട് പോവാ. വാ വാ. അയ്യോ 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 അയ്യോ. ഈ യാത്രയ്ക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളെല്ലാം പ്രതീക്ഷിച്ച് വേണം വരാൻ. മഴയ്ക്ക് മഴ, വെയിലിന് വെയില്, എല്ലാം പ്രതീക്ഷ വരണം. പക്ഷെ ഭയങ്കര തണുപ്പുട്ടാ. പിടിക്കാതെ അല്ല, ഈ സ്ഥലമുണ്ടല്ലോ, ഞാൻ മുന്നേ വരുമ്പോ ഇത്ര ആൾക്കാരൊന്നും ഇല്ലായിരുന്നു. കുറെ വർഷങ്ങൾക്ക് മുമ്പേ വന്നേ, ഏകദേശം ഒരു 12 കൊല്ലത്തിന് മുന്നേ ഇങ്ങോട്ട് വന്നേ. അതിന് ഇപ്പഴാ വരുന്നേ. അയ്യമ്മ കയറി പോന്നേ. വീഴുവാണെങ്കിൽ ലൈവായിട്ട് നമുക്ക് കാണാം. എന്തൊരു ഇഷ്ടമാണല്ലേ ഞാൻ. അങ്ങനെയല്ല, ഉമ്മ വന്നിടം മുതലേ ഇറങ്ങുമ്പോ കേറിയപ്പോ ആ ഒരു ചിന്തയൊന്നുമില്ലായിരുന്നല്ലോ മാമിക്ക്. സൂപ്പർ ഫാസ്റ്റ് വിട്ടെടുക്കാൻ കയറി പോയിട്ട് ഞാൻ ഇറങ്ങുമ്പോ എങ്ങനെ ഞാൻ പിടിക്കാം, കേറിക്കോ, അവിടെ ഇരുന്നോ, ഫോട്ടോ എടുത്തിട്ട് പോവാ. വെയിറ്റ് ആക്ക്, കേറല്ലേ, ഛേ ഇറങ്ങല്ലേ, വെയിറ്റ് ആക്ക്, അങ്ങോട്ട് പോ, അങ്ങോട്ട് പോ. നെറ്റ്വർക്ക് ഉണ്ട്, ഉണ്ട്. ഫുള്ള് നനഞ്ഞിട്ടുള്ള കേട്ടോ. 500 രൂപയോ? ഇനി മേഖലയിലേക്ക് കേറാൻ പറ്റും, പക്ഷെ നമുക്ക് കേറാൻ വയ്യ. ഉമ്മ ഓൾറെഡി ഫോട്ടോസൊക്കെ എടുത്തിട്ട് താഴെ പോയി. ഉമ്മക്ക് ഇത്രയും കണ്ടാൽ മതി എന്ന് പറഞ്ഞു. ഉമ്മക്ക് ഒരുപാട് എന്തുമ്മാ താഴെ പോയി കഴിഞ്ഞ പിന്നെ ഞാൻ വിളിക്കും. അയ്യോ അയ്യോ. അങ്ങനെ നമ്മൾ ഈ സ്ഥലത്ത് നിന്ന് പോവുകയാണ് ഗൈസ്. എനിക്ക് നല്ല പേടിയുണ്ട്, സ്ലിപ്പാവോന്ന്. ഉമ്മയൊക്കെ എങ്ങനെ ഇറങ്ങിയെന്ന് റബ്ബേ ഇനി അറിയാൻ പാടില്ല. ഉമ്മനെ ഞാൻ സമ്മതിച്ചു കൊടുത്തു. ഒരു മരം ഇവിടെ ഉള്ളതുകൊണ്ട് ഈ മരത്തിൻ്റെ അടുത്തൂടെ ഇറങ്ങാം, അതാ ഇടിച്ച് അവിടെ തന്നെ നിൽക്കുള്ളൂ. ഇറങ്ങുന്ന ഒരു രീതി ശരിയല്ലെന്നു.
ഇവിടെ വന്നിട്ടുള്ള എല്ലാ ആളുകളും റെയിൻ കോട്ട് ഇട്ടിട്ടൊക്കെയാണ് വന്നിരിക്കുന്നത്. ഞാനും ഉമ്മയും കാക്കയും മാത്രമാണ് നോർമൽ ഡ്രസ്സ് മാത്രം ഇട്ട് വന്നത്. അല്ലമ്മ? എല്ലാ ആളുകളും ഓൾമോസ്റ്റ് ആൾക്കാരൊക്കെ കണ്ടോ ഫുള്ള് റെയിൻ കോട്ടും ഒക്കെ ഇട്ടാണ് വന്നിരിക്കുന്നത്. നമുക്കെന്താ മഴ നനയണം അതൊന്നുമല്ല. അത് ഓൾറെഡി നേരത്തെ ഒരു സ്ഥലത്ത് പോയിട്ടുണ്ടായിരുന്നു. ആ സ്ഥലത്ത് വെച്ച് ഫുള്ള് നനഞ്ഞപ്പോൾ ഇനി റെയിൻ കോട്ട് വാങ്ങിച്ചിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായി. ഇത്രേ ഉള്ളൂ ഗൈസ്, പ്രത്യേകിച്ച് ഒന്നുമില്ല. ഈ ഒരു സെറ്റപ്പിന് ഈ സ്ഥലം കൊള്ളാം. നമ്മൾ ഈ സ്ഥലത്തിനോടും വിട പറയുകയാണ്. ഇവിടെ നേരെ ട്രിവാൻഡ്രം. ഞങ്ങൾ സുരക്ഷിത വീടെത്തുമെന്ന് വിശ്വസിക്കുന്നു. റമി വ്ളോഗിൻ്റെ ബൈ ബൈ പറയാണ് ഗൈസ്. അപ്പോൾ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ് ഗൈസ്. പ്രത്യേകിച്ച് ഒന്നുമില്ല, ഇത് കണ്ടൊന്നും കിട്ടുന്നില്ല. യാത്രയിലുള്ള സ്ഥലങ്ങളുടെ പോലും ഇനി നേരച്ചും എടുക്കാൻ പറ്റുന്നില്ല. കാരണം നമ്മളൊട്ടും പ്ലാൻഡ് അല്ലായിരുന്നു. രണ്ടാമത്തെ സമയത്തിൻ്റെ പരിധികൾ, പിന്നെ മഴ, പിന്നെ പകുതി വെച്ച് നിന്ന് പോന്നു. അതുകൊണ്ടാണ്. അപ്പോൾ എത്ര ഉള്ളൂ ഗൈസ്. നമുക്ക് അടുത്ത വീഡിയോ കാണാം. ആയിരിക്കും. ബൈ ബൈ.